തിരുവനന്തപുരം ജില്ലയിലെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷ പദവിയിൽ നിന്നും പാലോട് രവി രാജിവെച്ചിരിക്കുകയാണ്. അദ്ദേഹം DCC അധ്യക്ഷ സ്ഥാനത്ത് തുടരാൻ യാതൊരു അർഹതയുമില്ല എന്നുള്ളത് KPCCയുടെ അധ്യക്ഷനായ സണ്ണി ജോസഫ് പ്രഖ്യാപിച്ച മണിക്കൂറുകൾക്കകം അദ്ദേഹം രാജിവെച്ചിരിക്കുകയാണ്. മാത്രമല്ല, ജലീൽ എന്ന വാമനപുരം ബ്ലോക്ക് പ്രസിഡന്റും രാജിവെച്ചിരിക്കുന്ന സാഹചര്യമാണ്. പാലോട് രവി 2011 വിജയിച്ച വ്യക്തിയാണ് നെടുമങ്ങാട് മണ്ഡലത്തിൽ നിന്നും. 1991-ലും 96-ലും നെടുമങ്ങാട് നിന്ന് മുൻപ് വിജയിച്ചിട്ടുണ്ട്. 2001-ലും 2006-ലും CPIയുടെ മാങ്കോട് രാധാകൃഷ്ണനോട് പാലോട് രവി പരാജയപ്പെട്ടിരുന്നു. 2016-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാലോട് രവി C ദിവാകരനോട് പരാജയപ്പെട്ടിരുന്നു. പാലോട് രവിയുടെ പരാജയങ്ങൾ എന്ന് നോക്കിയാൽ മാങ്കോട് രാധാകൃഷ്ണനോട് 2001-ലും 2006-ലും കേരള നിയമസഭ കണ്ട ഏറ്റവും ചെറിയ മാർജിനിലാണ് തോറ്റത്. 2016-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും 3000-ലേറെ വോട്ടുകൾക്ക് തോറ്റെങ്കിലും കടുത്ത മത്സരമായിരുന്നു. എന്നാൽ പാലോട് രവി കൃത്യമായി ചില നീക്കങ്ങൾ നടത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് കോൺഗ്രസിൽ ശ്രമിച്ചത് എന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. ഒരിക്കലും കോൺഗ്രസിനെ ഡിഫൈൻ ചെയ്യാൻ ശ്രമിച്ചതല്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ കൃത്യമായിട്ടുള്ള അജണ്ടകൾ നടപ്പിലാക്കാൻ പാലോട് രവി ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് പറയപ്പെടുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നെടുമങ്ങാട് നിയമസഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് PS പ്രശാന്താണ്. അദ്ദേഹം ഇപ്പോൾ ദേവസ്വം വകുപ്പ് പ്രസിഡന്റാണ്. അത് ഇടതുപക്ഷം കൊടുത്ത അപ്പോയിൻമെൻ്റാണ്. ഇടതുപക്ഷത്തേക്കാണ് PS പ്രശാന്തും അനിൽകുമാർ കോൺഗ്രസിൽ നിന്നും വിട്ട് ഇടതുപക്ഷ ചായ്വോടുകൂടി CPIM-ലേക്ക് ചേർന്നത്. ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം, പാലോട് രവി വലിയ തോതിലുള്ള വിഭാഗീയത നേരിട്ട വ്യക്തിയാണ്. അഥവാ ഗ്രൂപ്പിസത്തിൻ്റെ വക്താവായി നിന്നിരുന്ന ഒരു വ്യക്തിയാണ്. പാലോട് രവിയുടെ ടെലിഫോൺ സംഭാഷണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ന്യായീകരണം എന്ന് പറയുന്നത് താൻ സതുദ്ദേശത്തോടെ പറഞ്ഞ കാര്യമാണ്. എങ്ങനെയാണ് അത് ലീക്കായോ എന്ന് തനിക്ക് വ്യക്തമായി അറിയില്ല. പക്ഷേ ഒരു രീതിയിലും കോൺഗ്രസിനെ അപകീർത്തിപ്പെടുത്താനല്ല, ഒറ്റക്കെട്ടായി കൈമെയ് മറന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ അധികാരത്തിലേക്ക് തിരിച്ചെത്താൻ കഴിയൂ. അല്ലാത്ത പക്ഷം കോൺഗ്രസ് അപ്രവാളികളിലേക്ക് മായും എന്നതാണ് താൻ ഉദ്ദേശിച്ചതെന്നുള്ളതാണ്. എന്നാൽ പോലും ഒരു വൈരാഗ്യ ബുദ്ധിയോടുകൂടി കോൺഗ്രസ് നശിച്ചു കാണണം എന്ന രീതിയിൽ ഒരു പരിഹാസം നിറഞ്ഞ രീതിയിലുള്ള സംഭാഷണ ശൈലിയായിരുന്നു ആ സംഭാഷണത്തിൽ ഉടനീളം പാലോട് രവി വെച്ച് പുലർത്തിയത് എന്നുള്ളത് കേട്ടവർക്ക് എല്ലാവർക്കും മനസ്സിലായ ഒരു കാര്യമാണ്. എല്ലാ ചാനലുകളിലും ആ ശബ്ദരേഖ കേൾപ്പിക്കപ്പെടുകയുണ്ടായി. നിരവധി മാധ്യമങ്ങൾ അതുമായി ബന്ധപ്പെട്ട നിരവധിയായ ചർച്ചകൾ നടത്തുകയുണ്ടായി. ഏതായാലും ഇത്തരത്തിലുള്ള ഇത്തിൽ കണ്ണികളെ പാർട്ടിയിൽ വെച്ച് പുറപ്പിക്കുന്നത് ശരിയായ നടപടിയല്ല എന്നുള്ളതാണ് കൃത്യമായി സണ്ണി ജോസഫ് പറഞ്ഞിരിക്കുന്ന തീരുമാനം. കോൺഗ്രസ്സിന് അപകീർത്തിപരമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് ശരിയായാലും തെറ്റായാലും അത് അംഗീകരിക്കാൻ കഴിയില്ല. അതൊക്കെ പറയേണ്ട വേദിയിലാണ് പറയേണ്ടത്. എന്നാൽ ഇവിടെ ബ്ലോക്ക് പ്രസിഡന്റിനോട് പറഞ്ഞത് രഹസ്യ സംഭാഷണമാണ്. എങ്ങനെയാണ് അത് ചോർന്നത്? തന്നെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണ്. താൻ ഒരിക്കലും പൊതുവേദിയിൽ വെച്ച് അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ എന്നുള്ളതാണ് പാലോട് രവി പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ആറ്റിങ്ങൽ പാർലമെന്റിന്റെ കീഴിൽ വരുന്ന സെഗ്മെന്റാണ് നെടുമങ്ങാട്. ഒത്തൊരുമിച്ചാൽ, ആവേശത്തോടു കൂടി പിടിച്ചാൽ കോൺഗ്രസിനെ തിരിച്ചു പിടിക്കാൻ കഴിയുന്നൊരു മണ്ഡലമാണ്. അത് പാലോട് രവി തന്നെയാണ് അതിൻ്റെ ഉത്തമ ഉദാഹരണം. 2001-ലും 2006-ലും പരാജയപ്പെട്ടിട്ടും 2011-ൽ 5500-ലേറെ വോട്ടുകൾക്ക് അദ്ദേഹം വിജയിച്ചു എന്നത് ചെറിയ കാര്യമല്ല. അത്രമേൽ നെടുമങ്ങാട് മണ്ഡലത്തിൽ കോൺഗ്രസിന് സ്വാധീനമുണ്ട്. BJP അടിക്കടി വളരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നെടുമങ്ങാട് മണ്ഡലത്തിൽ ചില സ്വാഭാവികമായ പ്രശ്നങ്ങൾ വിഭാഗീയതയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ ഉയരുന്നു എന്നുള്ളത് സത്യമാണ്. തിരുവനന്തപുരത്തെ DCC-യുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വലിയൊരു പുനഃസംഘടന വേണം എന്ന ആവശ്യം കൃത്യമായി KPCC നേതൃത്വത്തെ അറിയിച്ചിട്ട് നാളുകളേറെയായി. പക്ഷേ ഭിന്നാഭിപ്രായങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ടായിരുന്നു. പാലോട് രവിക്ക് പ്രായം ഏറെ ആയി കഴിഞ്ഞിരിക്കുന്നു. 76 വയസ്സ് കഴിഞ്ഞൊരു മനുഷ്യനാണ്. പുതിയ യുവാക്കൾ വരട്ടെ എന്ന് പറയുമ്പോഴും തിരുവനന്തപുരം ജില്ലയിലെ DCC വലിയ രീതിയിൽ ശോചനീയ അവസ്ഥയാണ്. VS ശിവകുമാറിനെ പോലുള്ളവർ വീണ്ടും DCC-യുടെ അധ്യക്ഷ പദവിയിലേക്ക് മത്സരിക്കാൻ താല്പര്യപ്പെടുകയാണെങ്കിൽ അത് വലിയ രീതിയിൽ പ്രശ്നങ്ങളിലേക്ക് നീങ്ങും എന്നാണ് പറയപ്പെടുന്നത്.